സ്വർഗമൊന്നുമല്ല, പള്ളിയുടെ മണ്ണാണ്. ആശംസ പറയാൻ വേണ്ടി ടീന ജോഗേഷ് ഉണ്ട്. ബഹുമാനപ്പെട്ട RSS മാതാപിതാക്കളെ അഭിവാദനം ചെയ്യുന്നു. 3 വർഷത്തെ സുസ്ഥിര സേവനത്തിന് ശേഷം നമ്മുടെ RSS നമ്മുടെ ഇടവകയിൽ നിന്ന് പോവാം. ഈ 3 വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഇടവകയെ ആത്മീയപരമായും ഭൗതികപരമായും ഒരുപാട് അച്ഛൻ വളർത്തിയെടുത്തു. സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെ ആത്മീയപരമായും കലാപരമായും അച്ഛൻ ഒത്തിരി വികസിപ്പിച്ചെടുത്തു. സൺഡേ സ്കൂളിൽ അച്ഛൻ ഒരുപാട് മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സൺഡേ സ്കൂളിലെ എല്ലാ കുട്ടികളിലെയും പേരിൽ അച്ഛനൊറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനെ ഇനിയുള്ള ജീവിതത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുണ്ട്. സുഖം വരാൻ വേണ്ടി പോവാണ്. എല്ലാവരും അറിഞ്ഞു കാണും, 3 വർഷത്തോളം നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടോടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അലക്സ് അച്ഛനെ നമ്മുടെ ഇടവകയിലെ സേവന കാലഘട്ടം അവസാനിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിരവധിയാണ്. അതിന് നന്ദി പറഞ്ഞാൽ തീരുകയില്ല. എന്നിരുന്നാലും നന്ദി പറയാൻ വേണ്ടി 2 വാക്ക് നന്ദി പറയാൻ വേണ്ടി ഇടവകയുടെ ട്രസ്റ്റിയെ ക്ഷണിക്കുന്നു. എനിക്ക് നന്ദി പറയണമെങ്കിൽ ഈ പ്രൊഫൈലിൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ചേച്ചി പറയാം. ഞാൻ ഏതാണ്ട് 2-3 വർഷമായിട്ട് വളരെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് അതിക്കൊണ്ട് അണിയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും എനിക്ക് എന്തൊരു ആവശ്യമുണ്ട് അറിയില്ല. മകളെ ചെയ്താലോ മകളെ ഞാൻ വേണ്ടത് ഇങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ട്. കാര്യം നമ്മുടെ പണിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നാണ് എൻ്റെ പേര് നിറവേറുക നന്ദി അറിയിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛ, ട്രസ്റ്റി സെക്രട്ടറി, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മളോടൊപ്പം ഒരു 3 വർഷക്കാലം നമ്മളെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ഇടയൻ നമ്മുടെ അടുത്തുള്ള സേവന കാലഘട്ടം അവസാനിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നിയമത്തെ മറികടക്കാൻ സാധിക്കുകയില്ല. ഉണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ കുറച്ചു നാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെങ്കിൽ. പക്ഷേ സഭയുടെ നിയമം ഇത്ര വർഷമേ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പം അച്ഛന് പുതിയൊരു സ്ഥലത്തേക്ക് പോയേ സാധിക്കുള്ളൂ. നമുക്ക് വേണ്ടി അച്ഛൻ ചെയ്ത കാര്യങ്ങൾ അനവധിയാണ്. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ അറിയാം നമ്മുടെ പള്ളിക്ക് ഈ 3 വർഷ കാലയളവിലുണ്ടായ മാറ്റങ്ങൾ. അപ്പയോടും അമ്മയോടും പറഞ്ഞു എനിക്ക് അച്ഛന് കൊടുക്കാൻ സമ്മാനം വാങ്ങിച്ചു തരുമെന്ന്. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. എൻ്റെ കയ്യിലുള്ള എന്താണോ അത് എനിക്ക് അച്ഛന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് എനിക്ക് സമ്മാനം തന്നൊരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കണം. അച്ഛനത് വാങ്ങിക്കുന്നു. ചതിഗ്രാമത്തിൽ അതിൽ പറഞ്ഞ വാക്കുകൾ തന്നെ എൻ്റെ വായിക്കാൻ എനിക്കത് സങ്കടമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, കൈയടിക്കുന്നത് അത് ഉറച്ചെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ വാക്ക് പറഞ്ഞാൽ ഒരു കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ നമ്മൾ നടത്തിയിട്ടുള്ള സമയങ്ങളിൽ ലെക്ചർ എഴുതുമ്പോൾ എൻ്റെ ഫൈനൽ റൗണ്ടിലാണ് ലെക്ചറിനെ 10 മാസം
അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ടെൻഷൻ കയറിയപ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞു. അദ്ദേഹം തന്നെ എന്നെ വായിക്കുന്നത് അവരെ ഇഷ്ടപ്പെട്ട കാര്യമില്ല. അവർക്ക് വൈകാരികമായിട്ടുള്ള അതിൻ്റെ പ്രയാസം ഉണ്ടാകും. ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞു. സന്തോഷം. ഞാൻ ആ പള്ളിയിൽ ചെയ്യാവുന്ന